സുരേഷ് ഗോപി വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ മത്സരഗോതയിൽ ഇറങ്ങിയതെന്ന സംശയമാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും കേരളത്തിലെ വോട്ടർമാർക്കുമുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത കേരളത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടായതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം. അത് മറ്റൊന്നുമല്ല, സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ട് സമനില തെറ്റി പറയുന്ന ചില വാക്കുകളാണ്. കേരളത്തിൽ കെ കരുണാകരന് ശേഷം എം പിമാരായിട്ടുള്ള ആരും തന്നെ കേരളത്തിന് വേണ്ടി യാതൊരു പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന വാക്കുകളാണ് പടക്കളത്തിലെ പോരിനപ്പുറം കുടുംബത്തിൽ തന്നെ പടയൊരുക്കത്തിന് കളമൊരുക്കുന്നത്. ബി ജെ പി നേതാക്കളിൽ പലരും എം പിമാരായിരുന്നു, രാജ്യസഭാ എം പിമാരായിരുന്നു, അവർ കേന്ദ്ര മന്ത്രിമാരായിരുന്നു. ഏറ്റവും ഒടുവിൽ വി മുരളീധരനും അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറുമൊക്കെ എം പിമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ആയിരുന്നു. സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ വി മുരളീധരനെ ഉന്നം വച്ചാണെന്ന് ബി ജെ പിക്കുള്ളിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ചില രഹസ്യ സംഭാഷണങ്ങളുണ്ട്. ഇത് വി മുരളീധരനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ പറയുന്നത്, പത്രസമ്മേളനത്തിൽ പരസ്യമായി തന്നെ പറയുന്നത്, ഞങ്ങൾ ചെയ്തത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നാണ് വി മുരളീധരൻ പറയുന്നത്. ഇനി ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനുമൊക്കെ ഉണ്ട് സുരേഷ് ഗോപിയോട് ചില ഇഷ്ടക്കേടുകൾ, അനിഷ്ടങ്ങൾ. തൻ്റെ താരപ്രഭാവം, തൻ്റെ സ്റ്റാർ വാല്യൂ കൊണ്ടാണ് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞതെന്ന് സുരേഷ് ഗോപി വീമ്പിളക്കുന്നുണ്ട്. തൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിലെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ബി ജെ പി വോട്ടുകൾ എങ്ങോട്ട് പോയി? ബി ജെ പിക്കാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ലെന്നാണോ? കാര്യം ശരിയാണ്. ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഒക്കെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവായ ടി എൻ പ്രതാപന്റെ ചില കുതന്ത്രങ്ങളും സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ടി എൻ പ്രതാപനെതിരെ തൃശ്ശൂരിൽ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസുകാർ. ടി എൻ പ്രതാപൻ എന്താണ് ചെയ്തത് സുരേഷ് ഗോപിക്ക് വേണ്ടി? ടി എൻ പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ ചുമരെഴുത്ത് തുടങ്ങിയത്. സുരേഷ് ഗോപി ഒരു ചുമരിലൂടെ എഴുതുമെങ്കിൽ മറ്റ് 5 ചുമരുകളിലോ 10 ചുമരുകളിലോ ടി എൻ പ്രതാപന്റെ പേര് പ്രത്യക്ഷപ്പെടും. അതായിരുന്നു അവസ്ഥ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ടി എൻ പ്രതാപന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അതൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ മാറി, അദ്ദേഹത്തിന്റെ ചുമരെഴുത്തുകൾ മായ്ച്ചു. അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തി. അപ്പോൾ സ്വാഭാവികമായും ടി എൻ പ്രതാപന് ഒരു വിഷമമൊക്കെ ഉണ്ടാകും. ടി എൻ പ്രതാപൻ കൃത്യമായി കളിച്ചു. കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിലുള്ള ചരടുവലിയും കുതന്ത്രങ്ങളുമൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. വി എസ് സുനിൽകുമാർ ആയിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി ചെയ്ത കൃഷിമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ജനസമ്മതി ഒട്ടും കുറവല്ല. ഒരു പക്ഷേയെങ്കിൽ സുരേഷ് ഗോപി അല്ല തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി നിന്നത് എങ്കിൽ കെ മുരളീധരന്റെ തോൽവി അച്ചട്ടായിരുന്നു. അതുപോലെ തന്നെ വി എസ് സുനിൽകുമാറിന്റെ ജയവും ഉറപ്പായിരുന്നു. വി എസ് സുനിൽകുമാറിന്റെ ജയം ഒരു പരിധി വരെ, ഒരു ഘട്ടം വരെ ഉറപ്പിക്കുന്നതായിരുന്നു വോട്ടെണ്ണൽ ദിവസം നമ്മൾ കണ്ട ട്രെൻഡുകൾ. എന്നാൽ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു. വളരെ സന്തോഷമുള്ള കാര്യമാണ് ബി ജെ പി അതിൽ അഭിമാനം കൊള്ളുന്നു. ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായി. എന്നാൽ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ, ഇത് തൃശ്ശൂരിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമാണോ? ബി ജെ പിയെ ഗ്രസിക്കാൻ, ബി ജെ പിയെ അടപടലം തകർക്കാൻ തുറന്നുവിട്ട ഭൂതമാണോ എന്നൊക്കെയാണ് ബി ജെ പിക്ക് ഉള്ളിലെ ചില സംസാരങ്ങൾ. അദ്ദേഹം ഇ കെ നായനാരുടെ വീട്ടിൽ പോയത്, അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയത്, കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ പുകഴ്ത്തി സംസാരിച്ചത്, ഇതൊക്കെ ബി ജെ പിയിലെ ചില ആളുകൾക്ക് ഇഷ്ടക്കേട് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ പത്രമാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച് വഷളാക്കിയതാണെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. ഏതായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പുകൾ, ഷാഫി പറമ്പലിന്റെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ഇവിടെയൊക്കെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ തന്നെ വയനാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നൊക്കെ പ്രചരണം നടക്കുന്നുണ്ട്. അവിടെയൊക്കെയും സുരേഷ് ഗോപി പോയിട്ട് ഇത്തരത്തിലുള്ള വിടുവായിത്തരം പറയുമോ എന്ന ആശങ്കയും ബി ജെ പിക്കാർക്ക് ഉണ്ട്. ഏതായാലും വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഒളിയമ്പ് സുരേഷ് ഗോപി തൊടുത്തുവിട്ടത്, വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി പ്രതീക്ഷിച്ച തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന ഒളിയമ്പ് സുരേഷ് ഗോപി തൊടുത്തുവിട്ടത് ബി ജെ പി കേന്ദ്രങ്ങളിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകിയാണ് സുരേഷ് ഗോപിയും വിജയിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യുമെന്ന് ഇനി വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ ജനത സുരേഷ് ഗോപിയുടെ തള്ളലുകൾ, സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ, വാതോരാതെയുള്ള വാഗ്ദാനങ്ങൾ ഒക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. ഇനി വരുന്ന 5 വർഷം കൊണ്ട് ഇതിൽ എന്തൊക്കെ പ്രാബല്യത്തിൽ വരും, കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുമോ എന്നൊക്കെ കണ്ടും കൊണ്ടുമൊക്കെ നമുക്കറിയാൻ ധാരാളം സമയമുണ്ട്. വയനാട്ടിലെയും പാലക്കാട്ടെയും ഉപതെരഞ്ഞെടുപ്പ് വേദികളിൽ സുരേഷ് ഗോപി എന്തൊക്കെയാണ് ഇനി പ്രചരണത്തിന്റെ അവസരത്തിൽ പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. സുരേഷ് ഗോപി BJPക്ക് ശാപമാണോ അതോ വളരെ വലിയ സർപ്രൈസ് സമ്മാനമാണോ എന്ന് തിരിച്ചറിയാനുള്ള നാളുകളാണ് എന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി.